ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 3 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് DSc പേപ്പർ മൊഡ്യൂൾ 4 ആണ് നോക്കുന്നത്. മൊഡ്യൂൾ 4 ബൈ ജോൺ ഡൺ. ഇതൊരു പോമാണ്, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ജോൺ ഡണ്ണിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഓൾറെഡി തിയറി പഠിച്ചതിൽ കുറച്ച് ഹിസ്റ്ററി പഠിച്ചതിനകത്ത് ജോൺ ഡണ്ണിനെ പറ്റി പറയുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കിപ്പോവാം. വാസ് ബോൺ ഇൻ 1572, ഡൈഡ് ഇൻ 1631. ലണ്ടനിലാണ്. ഇംഗ്ലീഷ് പോയറ്റ്, പ്രീച്ചർ ആൻഡ് ഫൗണ്ടർ ഓഫ് ദി മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ്. ഹി ഫൗണ്ടഡ് ദി മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി. ഹിസ് പോംസ് എക്സ്പ്ലോർ ലവ്, റിലീജിയൻ, ഡെത്ത് ആൻഡ് ദി സോൾ വിത്ത് ഡീപ്പ് ഇമോഷൻ ആൻഡ് ഇൻ്റലക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതകളുടെ തീംസ് എന്ന് പറയുന്നതിന് വളരെ വെറൈറ്റി തീംസ് ഉണ്ടായിരുന്നു. ലവ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഡെത്ത് ഉണ്ട്, ഇനി ആത്മാവ് എന്ന് പറയുന്നൊരു സംഭവത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നോൺ ഫോർ ഹിസ് വിത്ത് പാരഡോക്സസ് ആൻഡ് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ്. ഇപ്പം മെറ്റഫിസിക്കൽ കൺസീറ്റ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അൺയൂഷ്വൽ ആയിട്ടുള്ള കമ്പാരിസൺസ് ആണ് പറഞ്ഞതാണ്. അതായത് കോമ്പസുമായിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കോമ്പസുമായിട്ടൊക്കെ ലവേഴ്സിനെ താരതമ്യം ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് പറയുന്നത്. His major works include The Good Morrow, A Valediction Forbidding Morning, The Sun Rising and Holy Sonnets. ഇതിൽ ദി ഗുഡ് മോറോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൺസ് പോയിട്രി യുണൈറ്റ്സ് തോട്ട് ആൻഡ് പാഷൻ, മിക്സിങ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി വിത്ത് ലോജിക്കൽ റീസൺ. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂഷ്വലി കവിതകൾ, പ്രത്യേകിച്ച് റൊമാൻറ്റിക് കവിതകൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയിരിക്കും. അതിനകത്തൊന്നും ഒരു ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് അതിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷേ ഡണ്ണിൻ്റെ കവിതകളിൽ രണ്ടും ഉണ്ട്. ഇമോഷണലി വളരെ പൈങ്കിളി ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും അതിനകത്തൊരു ലോജിക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും. ഹി ലേറ്റർ ബിക്കെയിം ദി ഡീൻ ഓഫ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ ആൻഡ് വാസ് റെസ്പെക്റ്റഡ് ആസ് എ പ്രീച്ചർ. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ഇടവകയിലെ ഡീനായിട്ട് മാറുകയും അദ്ദേഹത്തിന് ഒരു പ്രീച്ചർ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നല്ല രീതിയിൽ ആദരിക്കപ്പെട്ടിരുന്നു. ഇനി എന്താണ് മെറ്റഫിസിക്കൽ പോട്രി നോക്കാം. ഇതിവിടെ നിന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാണ്ടാണ് ആരെങ്കിലും മൊഡ്യൂൾ നോക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. വളരെ ബ്രീഫായിട്ടേ പറയത്തുള്ളൂ. A 17th century poetic movement led by John Donne and followed by George Herbert, Andrew Marvell and Henry Vaughan. സോ ജോൺ ഡണ്ണ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് മെറ്റഫിസിക്കൽ പോട്രി എന്നറിയപ്പെടുന്നത്. പിന്നീട് ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, ഹെൻറി വോൺ എന്നൊക്കെ പറയുന്ന കവികൾ ഇത് ഏറ്റെടുക്കുകയും ഇതേ രീതിയിൽ കവിത എഴുതുകയും ചെയ്തിരുന്നു. ഇറ്റ് കമ്പൈൻസ് ഇമോഷൻ വിത്ത് ഇൻ്റലക്റ്റ് യൂസിങ് റീസണിങ് ടു എക്സ്പ്രസ് ഫീലിങ്സ്. സോ ഒരു ഫീലിംഗ് ആണ്. അതെനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെറുതെ പറഞ്ഞു പോകുന്നതിനേക്കാളും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന, ഇമോഷൻ്റെ കൂടെ ബുദ്ധിപരമായിട്ട് ഇമോഷൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ദെൻ മാർക്ക്ഡ് ബൈ കൺസീറ്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ലിങ്കിങ് ഡിസ്റ്റൻറ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഐഡിയാസ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഐഡിയാസിനെ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഇവർ കവിത എഴുതുക. യൂസ് ദ സയൻറ്റിഫിക്, റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഇമേജറി ടു എക്സ്പ്ലോർ ലവ് ആൻഡ് ഫെയ്ത്ത്. ലവിനെയും ഫെയ്ത്തിനെയും പറ്റി സംസാരിക്കാൻ സയൻറ്റിഫിക്കായിട്ട്, ഇപ്പോൾ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് സ്നേഹം, സ്നേഹത്തിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ വരിക. Written in a conventional and argumentative tone rather than musical or decorative style. സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ തർക്കിക്കുന്ന പോലെയൊക്കെയാണ് അദ്ദേഹം എഴുതുക. And it also focuses on spiritual love, the nature of the soul and the connection between man and God. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം, അതും ആത്മീയമായൊരു ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതലും കവിതകളിൽ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള കവിതയിലോട്ട് പോകാം. ദി ഗുഡ് മോറോ എന്നാണ് കവിതയുടെ പേര്. ദി ഗുഡ് മോറോ ഈസ് ടേക്കൺ ഫ്രം ജോൺ ഡൺസ് കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്സ് വിച്ച് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1633. സോ ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് വേർഷൻ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു വേർഷൻ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1633 ആൻഡ് ഇറ്റ് വാസ് എ പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ. പോസ്റ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയ ആളിൻ്റെ മരണശേഷം. അപ്പോൾ മരണശേഷമാണ് സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നുള്ള ഒരു കമ്പൈലേഷൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഗുഡ് മോറോ എടുത്തിട്ടുള്ളത്. Although written earlier around the late 1590s or early 1600s, it appeared in the
1633 collection after Donne's death and is one of the most famous love poems in the metaphysical tradition. ഓൾറെഡി പറഞ്ഞ കാര്യം, മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മെറ്റഫിസിക്കൽ ട്രഡീഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പോം കൂടിയാണ് ഇത്. ഈ ബ്ലൂ ലൈനിൽ കാണുന്നതാണ് യഥാർത്ഥ കവിതയും ബാക്കി വരുന്നത് അല്ലാണ്ട് നമ്മുടെ അനാലിസിസ് ആണ്. നിങ്ങൾ ഈ കറുപ്പ് ലൈൻസിൽ ഉള്ള സംഭവം എഴുതിയെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു സമ്മറി വിത്ത് അനാലിസിസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. സോ ഫസ്റ്റ് ലൈൻ, ഐ വണ്ടർ ബൈ മൈ ത്രോട്ട് വാട്ട് ഹൗ ആൻഡ് ഐ. ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് കവിത തുടങ്ങുന്നത്. ഇതാണ് മെറ്റഫിസിക്കൽ കവിതകളുടെ ഒരു സ്പെഷ്യാലിറ്റി. ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് വരാൻ പറ്റില്ല, ഏതോ ഒരു മിഡിൽ പോർഷനിൽ നിന്നും ഇത് നമ്മുടെ തന്നെ ഒരു തോട്ടിനെ പറ്റിയിട്ട് അങ്ങ് പറയുവാണ്. ദി സ്പീക്കർ ബിഗിൻസ് ഇൻ എ റിഫ്ലക്റ്റീവ് മോഡ്. എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ ഒരു റിഫ്ലക്റ്റീവ് തോട്ടിൽ ഒരു ചിന്ത ഇങ്ങോട്ട് പറയുവാണ്. ഹീ ഈസ് ആസ്കിങ് വാട്ട് ഈസ് ബിലൗഡ് ആൻഡ് ഹീ വെയർ ഡൂയിങ് ബിഫോർ ദെയർ കറൻറ്റ് സ്റ്റേറ്റ്. സോ അദ്ദേഹം പറയുന്നത്, ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാനും നീയും. സോ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിനൊരു ലവറുണ്ട്, ലേഡി ലവ്. അപ്പോൾ പറയുവാണ്, ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മൾ ഈ ഒരു അവസ്ഥയിൽ, നമ്മൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹബന്ധത്തിലാണ്, ഇതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ബൈ മൈ ട്രോത്ത് ഇസ് എ കൈൻഡ് ഓഫ് ഓത്ത് ഓൺ മൈ ഫെയ്ത്ത് എംഫസൈസിങ് സിൻസിയറിറ്റി. സോ നമ്മൾ ഈ ചില സമയത്ത് സത്യമായിട്ട് ഞാൻ ഇതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയില്ലേ, അതുപോലെയാണ് പറയുന്നത്. സോ ഈ ബൈ മൈ ട്രോത്ത് എന്ന് പറയുന്നത് ഒരു ഫെയ്ത്ത് എടുക്കും പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞ എടുക്കുന്ന പോലെയാണ്. ദി യൂസ് ഓഫ് thou ആൻഡ് ഐ ഇൻഡിക്കേറ്റ് ആൻഡ് ഇൻറ്റിമേറ്റ് പെർഹാപ്സ് ഓൾഡർ സ്റ്റൈൽ ഓഫ് അഡ്രസ്. സോ thou എന്ന് പറയുന്നത് യു. പണ്ട് കാലത്ത് ഈ പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് തുടങ്ങുന്ന സമയത്തൊക്കെ യു എന്നുള്ളതിനെയാണ് thou, THEE, THOU എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ലൈൻ സെറ്റ് ദി തീം ഓഫ് ബിഫോർ ലവ് ഓർ ആഫ്റ്റർ ലവ് എ റെട്രോസ്പെക്റ്റീവ് ലുക്ക്. സോ ഒരു ചിന്തനീയമായ ഒരു ലുക്കിലൂടെയാണ് ഇത് കൊണ്ടുപോകുന്നത്, പ്രണയത്തിന് മുന്നേയും പ്രണയത്തിന് ശേഷവും. ഇനി അടുത്ത ലൈൻ, ഡിഡ് ടിൽ വി ലവ്ഡ് വെർ നോട്ട് വി വീൻഡ് ടിൽ ദെൻ. സോ അടുത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡിഡ് വി ഡു അൺടിൽ വി ലവ്ഡ്. സോ നമ്മളിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇതിന് മുമ്പ് വരെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനാണ്, നമ്മൾ എന്താണ് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. വെർ വി നോട്ട് വീൻഡ് ടിൽ ദെൻ സജസ്റ്റ് ഇൻഫൻസി ബിഫോർ ലവ് ദേ വെർ നോട്ട് ബീൻ വീൻഡ് ഇംപ്ലൈയിങ് ദേ വെർ ലൈക്ക് ചിൽഡ്രൻ ഡിപ്പെൻഡൻറ്റ് മെച്യൂർ. സോ വീൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ മെച്യൂർ ആയിരുന്നില്ല അത്രയും മൊമെൻറ്റ്. ഈ പ്രണയത്തിലാവുന്നതിന് മുമ്പ് വരെ നമ്മൾ വളരെ ഒരു പൊട്ടത്തരം, അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട് കുട്ടികളെപ്പോലെ എന്തിലൊക്കെയോ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇമ്മെച്യൂർ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നില്ലേ നമ്മൾ ലീഡ് ചെയ്തിരുന്നത്. പ്രണയത്തിലായതിനു ശേഷം നമ്മളിപ്പോൾ മെച്യൂറാണ്, പക്ഷേ അതിന് മുമ്പ് വരെ നമ്മൾ വളരെ ഒരു പൊട്ട രീതിയിലുള്ളൊരു ലൈഫല്ലേ നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദി ഇമേജ് evokes that love has matured them. Prior to this love, they were in a less grown up or less awakened state. സോ പ്രണയിക്കുന്നതിന് മുന്നേ വരെ അവർക്ക് ലൈഫ് എന്താണെന്നറിയില്ല, എന്തോ ഒരു ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോകുമായിരുന്നു. എന്താണ് ലൈഫ് എന്നറിയാത്തൊരു ജീവിതമാണ് പ്രണയത്തിന് മുന്നേ വരെ ഉണ്ടായിരുന്നത്. ബട്ട് സക്ഡ് ഓൺ കൺട്രി പ്ലഷേഴ്സ് ചൈൽഡിഷ്ലി. വീണ്ടും ഈ ഒരു ഇൻഫൻറ്റ് അഥവാ ചൈൽഡ് മെറ്റഫർ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുവാണ്. പറയുന്നൊരു വാക്കാണ്, സക്ഡ് ഓൺ കൺട്രി പ്ലഷേഴ്സ് മേ ബി സിമ്പിൾ റസ്റ്റിക് അൺറിഫൈൻഡ് എൻജോയ്മെൻറ്റ്സ് ചൈൽഡിഷ്ലി റീഇൻഫോഴ്സസ് ഇമ്മെച്യൂരിറ്റി. സോ ഇവിടെ കൺട്രി പ്ലഷേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വില്ലേജ് അല്ലെങ്കിൽ നാട്ടുംപുറം ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഇമ്മെച്യൂർ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യം ചെയ്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ദി വേർഡ് കൺട്രി മേ സജസ്റ്റ് റൂറൽ നെയ്വ് അൺസൊഫിസ്റ്റിക്കേറ്റഡ് പ്ലഷേഴ്സ് കമ്പയർഡ് ടു ദ ഡീപ്പർ ലവ് ഹി നൗ എക്സ്പീരിയൻസസ്. സോ ഇതിന് മുന്നേ കൺട്രി ലവ് എന്ന് പറയുമ്പോൾ നമ്മളൊട്ടും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടില്ല അൺടിൽ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്ത് ഇഷ്ടത്തിലായി. ഇതാണ് ശരിക്കുമുള്ള യഥാർത്ഥ ലൈഫ്. ദ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ഇംപ്ലൈസ് വാട്ട് യെസ് ദാറ്റ് വാസ് ദി കേസ് ദെയർ പാസ്റ്റ് വാസ് ഷാലോ ഇൻ കമ്പാരിസൺ. സോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഷാലോ ആയിരുന്നു, ഒരു രീതിക്കും ഒരു നല്ലതും പറയാനില്ല. ഈ ഒരു മൊമെൻറ്റ് നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള മൊമെൻറ്റാണ് ഏറ്റവും നല്ലത്. ടിപ്പിക്കലി പ്രണയിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലവറിനെ കണ്ടുമുട്ടുന്ന സമയം മുതലുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് എന്ന് പറയില്ലേ. സെയിം കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓർ സ്നോട്ടഡ് വി ഇൻ ദ 7 സ്ലീപ്പേഴ്സ് ഡെൻ. ആക്ച്വലി നമ്മുടെ ബൈബിളിലും
ഖുറാനിലും ഇസ്ലാമിക് ട്രഡീഷനിലും ഈ ഒരു കഥ പറയുന്നുണ്ട്. ഇസ്ലാമിക് ട്രഡീഷനിൽ ഇതിനെ അഷാബ് അൽ കഫ് എന്നാണ് പറയുന്നത്. ശരിക്കും എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫിയസ് എന്ന് പറയുന്നത് ഇപ്പോൾ ടർക്കിയിൽ, മോഡേൺ ഡേ ടർക്കിയിലുള്ളൊരു സ്ഥലമാണ് എഫിയസ്. അവിടെ റോമൻ സിറ്റി ആയിരുന്ന സമയത്ത് എംപറർ ഡീസിയസ് ഒരു കാര്യം ചെയ്തു. പോളിതീയിസം, അതായത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്നൊരു വികാരം അവിടെ കൊണ്ടുവരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വിശ്വസിച്ചിരുന്ന എല്ലാവരെയും പ്രോസിക്യൂട്ട് ചെയ്യുക, കൊന്നു കളയുന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ 7 യുവാക്കൾ ഒരു കേവിൽ പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും, ഇവർക്ക് മതം മാറാനോ ഒന്നും താല്പര്യമില്ല, അവരിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഉറങ്ങിപ്പോവുകയും, അതൊരു മിറാക്കിൾ പോലെയായിരുന്നു. അവർ അകത്തുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ കേവിനെ പുറത്തു നിന്നും ആൾക്കാർ എന്ത് ചെയ്തു, കേവ് മൂടിക്കെട്ടി വെച്ചു. അപ്പോൾ ഉള്ളിലോട്ട് വായുവും കിട്ടില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഖുറാൻ്റെ പ്രകാരം പറയുകയാണെങ്കിൽ 309 വർഷങ്ങൾക്ക് ശേഷം അത് ഈ കേവിൻ്റെ ആ ഒരു മുഖം തുറന്നു വരികയും അതിൽ നിന്ന് അവർ ജീവനോട് തിരിച്ചു വരിക. അതായത് അവർ ഈ 309 വർഷം ഉറങ്ങുകയായിരുന്നു. ഇനി ക്രിസ്ത്യൻ മതത്തിൽ പറയുവാണെങ്കിൽ 373 വർഷത്തോളം അവരവിടെ കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. ആൻഡ് ഉണരുന്ന സമയത്ത് അവർക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അവരുടെ ശരീരം ഒന്നും വയസ്സായിട്ടില്ല, അവർക്ക് വേറെ ഓർമ്മകളൊന്നുമില്ല. ഒരാൾ ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പോക്കറ്റിലുണ്ടായിരുന്ന കോയിനും കൊണ്ട് പുറത്തിറങ്ങി ഫുഡ് മേടിക്കാൻ പോയപ്പോഴാണ് ഇതേതാ സ്ഥലമെന്ന് പോലും മനസ്സിലാവാത്ത ലെവലിലാവുകയും അങ്ങനെയാണ് അവർ ഉറങ്ങുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. സ്ലീപ്പേഴ്സിനോട് ഉപമിക്കുവാണ്. ഇപ്പോൾ 7 സ്ലീപ്പേഴ്സ് ഒന്നും അറിഞ്ഞില്ല, ഇത്രയും വർഷങ്ങൾ കടന്നു പോയത് അറിയാണ്ട് അവർ അവിടെ സ്ലംബറായിട്ട് അവർ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം നമ്മളും അതുപോലെ ആയിരുന്നു, ഞാനും നീയും. നമ്മൾ രണ്ടുപേരും ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് വരുന്നതിന് മുന്നേ വരെ നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മളങ്ങ് ഉറങ്ങിക്കിടക്കുമായിരുന്നു, നമ്മളൊന്നും അറിയില്ല. വി വെർ സ്നോർട്ടിങ്, അഥവാ നമ്മളെന്താ കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങുകയായിരുന്നു. ഒരു ഡീപ്പ് സ്ലീപ്പ് ഓഫ് ഒബ്ലീവിയൻ ആയിരുന്നു, നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാണ്ട് നമ്മളങ്ങ് ഉറങ്ങുമായിരുന്നു. So the speaker asked, were we in such a long unconscious sleep until this love awakened us? So ഇവിടെ 7 സ്ലീപ്പേഴ്സിന് അവരുടെ ദൈവം അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവർക്ക് ആ ഒരു ഉണർവ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മുടെ ഇടയിൽ അവേക്കനിങ് ഉണർത്തിയത് പ്രണയമാണ്. This further emphasizes the theme, before their love, their lives were not fully alive or conscious. സോ ഇത് പറയുകയാണ്, ഈ ഇത്രയും നാൾ പ്രണയം ഇല്ലാണ്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടാണ്ട് ജീവിച്ചിരുന്ന ജീവിതം അതൊരു ജീവിതമേ അല്ല. ഇറ്റ് വാസ് സോ, ബട്ട് ദിസ് ഓൾ പ്ലഷേഴ്സ് ഫാൻസീസ് ബി. ഇനി അദ്ദേഹം സ്വന്തം ആ ചോദിച്ച ക്വസ്റ്റ്യനോടുള്ള ഉത്തരം സ്വന്തമായിട്ട് തന്നെ പറയുകയാണ്. ഇറ്റ് വാസ് സോ, യെസ് ദാറ്റ് വാസ് ദി കേസ്. സോ അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ എന്തോ ആണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ദിസ് ഓൾ പ്ലഷേഴ്സ് ഫാൻസീസ് ബി, ഓൾ ദോസ് പ്രീവിയസ് പ്ലഷേഴ്സ് വെർ മിയർ ഫാൻസീസ്, ഇല്യൂഷൻസ് ഓർ ഡിസ്ട്രാക്ഷൻസ്, വൈൽ ദി പ്രസൻറ്റ് ലവ് ഇസ് റിയൽ. സോ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വെറും ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്താ ഒരു മൊമെൻ്ററി പ്ലഷറിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നത്. ഈ മൊമെൻറ്റ്, നമ്മുടെ സ്നേഹം തുടങ്ങുന്ന മൊമെൻറ്റ് മുതലുള്ള മൊമെൻ്റാണ് റിയൽ ആയിട്ടുള്ള മൊമെൻറ്റ്. ഇവിടെ ഈ ഒരു ഓൾ പ്ലഷേഴ്സ് ഫാൻസീസ് എന്ന് പറഞ്ഞാൽ അതിനൊരു റൈമും റിതമും ഉണ്ട്. ടു ദി ടേണിംഗ് പോയിൻറ്റ്, പ്രീവിയസ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഇല്യൂഷനായിരുന്നു. റിയാലിറ്റി ബിഗിൻ ചെയ്യുന്നത് പ്രണയമുണ്ടായതിന് ശേഷം മാത്രമാണ്. ഇഫ് എവർ എനി ബ്യൂട്ടി ഐ ഡിഡ് സീ വിച്ച് ഐ ഡിസൈഡ് ആൻഡ് ഗോഡ്, ഇറ്റ് വാസ് ബട്ട് എ ഡ്രീം ഓഫ് thee. സോ അടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈനാണ്. വെൻ എവർ ഐ സോ ബ്യൂട്ടി വിച്ച് ഐ ഡിസൈഡ് ആൻഡ് പൊസസ്ഡ്, ഇറ്റ് വാസ് ബട്ട് എ ഡ്രീം ഓഫ് thee. മീനിങ് ദി ബ്യൂട്ടി വാസ് ഓൺലി എ ഡ്രീം ഓഫ് ഫോർഷാഡോയിങ് ഓഫ് ഹിസ് ബിലവഡ്. സോ അദ്ദേഹം പറഞ്ഞു, ഇത്രയും നാളിൻ്റെ ഇടയിൽ ഞാൻ എവിടെയൊക്കെ എന്തെങ്കിലും നമ്മളൊരു പൂ കണ്ടിട്ട് ഇതെന്ത് മനോഹരമായ പൂവാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങുന്നുണ്ടോ, ഇതെല്ലാം നിൻ്റെ ബ്യൂട്ടിയുടെ മുന്നേ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, അതൊരു ഡ്രീമാണ്. അതിൻ്റെ എന്തോ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വരാൻ പോകുന്ന ഫോർഷാഡോയിങ് ആണ്. എൻ്റെ ബിലവഡ് ഇത്രയും ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്ന പുറമേയുള്ള ബ്യൂട്ടി മാത്രമല്ല, മൊത്തത്തിൽ ആ പേഴ്സൺ, നമ്മൾ ആ വ്യക്തി മൊത്തത്തിൽ അടിപൊളിയാണെന്ന് പറയത്തില്ല, അതുപോലെയാണ് പറയുന്നത്. വരാൻ പോകുന്ന എൻ്റെ ലവർ എന്തുമാത്രം നല്ലതാണ്, അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ മാത്രമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇത് ഭയങ്കര ഭംഗിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും നിൻ്റെ ഭംഗിയുടെ മുന്നേ വെച്ച് നോക്കുമ്പോൾ വളരെ നിഷ്പ്രഭമായ കാര്യങ്ങളാണ്. The structure, if ever, which I desired and God, sets up the past experience condition. He says even when he attained beauty, it was still less than the beloved. So ഇതിന് മുന്നേ കിട്ടിയ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഭംഗിയാണെന്ന് കരുതിയതെല്ലാം വളരെ നിഷ്പ്രഭമായ കാര്യങ്ങളായിരുന്നു. The metaphor, a dream of thee, suggests that the beloved is the realization. Previous beauty was only a prelude.
വരാൻ പോകുന്ന യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെ മുന്നേ ഉള്ള ചെറിയ ചെറിയ സൗന്ദര്യങ്ങളായിരുന്നു ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല. അത് നല്ല ലൈനാണ്, ഒന്ന് ഓർത്ത് വെച്ചാണ്. ഇഫ് എവർ എനി ബ്യൂട്ടി ഐ ഡിഡ് സീ വിച്ച് ഐ ഡിസൈഡ് ആൻഡ് ഗോഡ് ഇറ്റ് വാസ് ബട്ട് എ ഡ്രീം ഓഫ് thee. ആൻഡ് നൗ ഗുഡ് മോറോ ടു അവർ വേക്കിംഗ് സോൾസ്. ഗുഡ് മോറോ, ഞാൻ ടൈറ്റിൽ പറഞ്ഞപ്പോഴേക്കും എന്താ എൻ്റെ മീനിങ് എന്ന് പറഞ്ഞില്ല, കാരണം ഇവിടെ അത് ഉള്ളതുകൊണ്ടാണ്. ഗുഡ് മോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, എ ഗ്രീറ്റിംഗ് ടു എ ന്യൂ ഡേ. ദി ഫേസ് അഡ്രസ്സസ് ദെയർ വേക്കിംഗ് സോൾസ്. സോ ഇപ്പോൾ പറയാണ്, സോ നമ്മൾ ഇത്രയും നാൾ ഉറങ്ങി എന്താണെന്നൊന്നും അറിയാണ്ട് ജീവിച്ചു, ഡ്രീം പോലെയൊക്കെയാണ് നമ്മുടെ ജീവിതം വന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോൾസിന്, നമ്മുടെ ആത്മാവിനോട് എന്ത് പറയാണ്? ഗുഡ് മോർണിംഗ്, ഇനി മുതലാണ് നിൻ്റെ ലൈഫ് തുടങ്ങുന്നത്. ദിസ് ഈസ് ദ ഷിഫ്റ്റ്. ഈ പോയത്തിൻ്റെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഇവിടെയാണ്. ഫ്രം സ്ലീപ്പ് ഓർ ചൈൽഡിഷ് പ്ലഷർ ടു വേക്കിംഗ് ആൻഡ് ഫുൾ അവെയർനെസ്. ഈ ഒരു മൊമെൻ്റ് മുതൽ പ്രണയത്തിലായി, അപ്പോൾ ഇനി മുതൽ ഇവർ ഉണർന്നിട്ടുണ്ട്. കുട്ടിത്തമൊക്കെ മാറി, കുട്ടിക്കളിയൊക്കെ മാറി, ലൈഫിൽ സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. The waking souls implies that love has awakened them spiritually and emotionally. So ഇനി സ്പിരിച്വലി അവരുണരുകയാണ്, ഇമോഷണലിയും അവരുണർന്ന് വരികയാണ്. Which was not one another out of fear. ഇനി അടുത്ത് പറയുന്നത് വേക്കിംഗ് സോൾസിനെ അസ് നോട്ട് വാച്ചിങ് ഈച്ച് അതർ ഔട്ട് ഓഫ് ഫിയർ. സോ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. വിൽ ലൈക്ക് വാച്ച് ഔട്ട് ഫോർ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്കൊന്നും വരാണ്ട് ഞാൻ നോക്കും, എനിക്കൊന്നും വരാണ്ട് നീ നോക്കും എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ട്, ഇൻ സം ഫ്രണ്ട്ഷിപ്സ് ഓർ റിലേഷൻഷിപ്സ് പീപ്പിൾ വാച്ച് ഈച്ച് അതർ കോഷ്യസ്ലി ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് ലോസ്, ഫിയർ ഓഫ് ചേഞ്ച്. ഹിയർ ദാറ്റ് ഈസ് ഇൻ ദി കേസ്. ഇറ്റ് ഇംപ്ലൈസ് ട്രസ്റ്റ് ഈസ് സെക്യൂരിറ്റി ഇൻ ദെയർ യൂണിയൻ. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശ്രദ്ധയോടെ നോക്കാൻ പോകുന്നത് ഒരിക്കലും ഔട്ട് ഓഫ് ഫിയർ കാരണമല്ല. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നീ എന്നെ ഇട്ടിട്ട് പോകുമോ, നീ എന്നെ ചീറ്റ് ചെയ്യുമോ, നീ മറ്റൊരാളുടെ അടുത്ത് പോകുമോ, എന്നെ ഉപേക്ഷിക്കുമോ, ഇങ്ങനെയൊന്നുള്ള പേടി കൊണ്ടല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നതും ശ്രദ്ധിക്കാൻ പോകുന്നതും. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ല വിശ്വാസത്തിലാണ് കാര്യം പോകുന്നത്. അവർക്ക് അവരുടെ ട്രസ്റ്റ് ഉണ്ട്, അവരുടെ ഒരു യൂണിയനിൽ അവർ നല്ല സെക്യൂറാണ്. For love, all love of other sides controls. For begins the reason because love controls all love of other sides. He means their love is so strong that they no longer desire other things. It emphasizes exclusivity and completeness of the love. So they പറയുന്നുണ്ട്, for love, all love of other sides control. സോ ബാക്കിയുള്ളവർക്ക് ഈ കാഴ്ച അല്ലെങ്കിൽ അട്രാക്ഷൻസ്, ഇപ്പം കാണാൻ എങ്ങനെയുണ്ട്, എത്രമാത്രം ഭംഗിയുണ്ട്, എന്ത് നിറമാണ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും ചിലർ സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ അതങ്ങനെയല്ല. നമ്മുടെ ഡിസയർ എന്ന് പറയുന്നത് പേഴ്സൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ അത് കഴിഞ്ഞ് ഉള്ളിൽ സോളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. സോ നമ്മുടെ ലവ് ലൈഫ് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവാണ്, അത് കംപ്ലീറ്റ് ആണ്. ആൻഡ് മേക്സ് വൺ ലിറ്റിൽ റൂം ആൻഡ് എവ്രിവെയർ. ഇതൊരു വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമേജാണ്. വൺ ലിറ്റിൽ റൂം ഇൻ ടു ആൻഡ് എവ്രിവെയർ. അതായത് നമ്മൾ എവിടെയൊക്കെ പോയിക്കഴിഞ്ഞാലും നമുക്ക് മാത്രമായിട്ടൊരു സ്മോൾ റൂം, അത് ലിറ്ററലി ശരിക്കും അവരവിടെ ഒരു മുറി പണിയും എന്നുള്ളതല്ല, നമ്മൾ എവിടെ പോയിക്കഴിഞ്ഞാലും നമ്മുടെ ഇടയിലൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാവും. 100 മനുഷ്യർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാലും, ഇതിപ്പം നീഡ് നോട്ട് ബി എനി ലവർ, നമുക്ക് ലവറിനെ പറ്റിയല്ല, നമുക്ക് ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരു 50 പേരുള്ള ഒരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കണം, നമുക്കൊന്ന് കണ്ണിലൊരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പുറത്തെ ആളുടെ മനസ്സിലാവും. അങ്ങനെ ഏത് സ്ഥലത്ത് പോയാലും ഒരു പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്കും പറ്റും. ദിസ് സജസ്റ്റ് ദാറ്റ് ദെയർ ഷെയർഡ് സ്പേസ് though small physically is infinite in significance. സോ അതുകൊണ്ടാണ് ഇവർക്കിനി ഉണ്ടാവാൻ പോകുന്നൊരു സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും ഒരു യൂണിവേഴ്സിനെക്കാളും ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് അവർക്ക് തോന്നും. when two people are joined in true love their world expands. സോ 2 പേര് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ലോകം അവിടെ ചുരുങ്ങുകയല്ല ചെയ്യുക, അവരവരുടെ ഒരു പുതിയൊരു ലോകം തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതും വളരെ ഒരു ബ്യൂട്ടിഫുൾ ഐഡിയയാണ്. 2 പേര് ചേർന്നിട്ട് അവരുടെ ലോകം ചുരുങ്ങി ഇവർ 2 പേര് മാത്രമായിപ്പോയി, അവരങ്ങനെ ആയി എന്നല്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പുതിയ ലോകം ഉണ്ടായി, ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഉള്ളൊരു ലോകം അവർ സൃഷ്ടിക്കുകയാണ്. ലെറ്റ് സീ ഡിസ്കവേഴ്സ് 2 ന്യൂ വേൾഡ്സ് ഹാവ് ഗോൺ. ഇവിടെ സീ അല്ലെങ്കിൽ വോയേജസ് എന്നൊക്കെ പറയുന്നത് എലിസബത്തിനെ ആ ഒരു എർണൈസർ പീരീഡിലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ള ഇതാണ്. കുറച്ച് സിഗ്നിഫിക്കൻസ് എല്ലാം ഈ കവിതയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. പറയുന്നുണ്ട്, ബാക്കിയുള്ള വ്യക്തികൾ ലെറ്റ് ദം ഗോ ടു ഫൈൻഡ് ന്യൂ ലാൻഡ്സ്. ഇനി എക്സ്പ്ലോറേഴ്സും
ബാക്കി ലോകത്ത് ജീവിക്കുന്നവരെല്ലാവരും വേറെ വേറെ പുതിയ നാടുകൾ തേടി പൊക്കോട്ടെ. This line introduces the idea of exploration and new frontiers as a contrast to his love's world. So, ആൾക്കാർക്ക് കണ്ടുപിടിച്ച് കടൽ മാർഗത്തിലൂടെ പുതിയ പുതിയ ലോകവും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല? നമ്മുടെ വേൾഡ്, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത വേൾഡ്. ഇപ്പോൾ നമുക്ക് മാത്രമായിട്ടുള്ള ചില ഭാഷകൾ തന്നെ ഉണ്ടാകും, ചില കോഡ് വേർഡ്സ്, ഇതൊക്കെ ലവേഴ്സിൻ്റെ ഇടയിൽ മാത്രമുള്ള പ്രൈവറ്റ് ടോക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് മാത്രമുള്ളതാണ്. ലെറ്റ് മാപ്സ് ടു അതർ വേൾഡ് ഓൺ വേൾഡ്സ് ഹാവ് ഷോൺ. സോ ഇനി അതേ ഒരു മെറ്റഫറിനെ കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. ലെറ്റ് മാപ്പ് ഷോ അതർ വേൾഡ്സ് അപ്പോൺ വേൾഡ്സ്. അതായത് ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ലോകം, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ പ്രപഞ്ചം എന്ന് വിചാരിക്കുന്നത്. ഇനി അപ്പുറത്തോട്ട് കടൽ മാർഗം പോകുമ്പം വേറെയും ലാൻഡ് കണ്ടുപിടിക്കപ്പെടുന്നില്ലേ? അതിനാണ് വേൾഡ് ഓൺ വേൾഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്ന പ്രദേശത്തിന് പുറത്തെത്തുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ദീസ് എക്സ്പ്ലോറേഴ്സ് അച്ചീവ്മെൻറ്റ്സ് ആർ പോസിറ്റഡ് ആസ് ഗ്രേറ്റ് യെറ്റ് സ്റ്റിൽ നോട്ട് വാട്ട് ഹിസ് ലവ് ഗിവ്സ്. സോ ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രശസ്തി കിട്ടുന്നുണ്ട്, അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വാസ്കോ ഡ ഗാമ നമ്മുടെ ഇവിടെ വന്ന് കാപ്പാട് വന്നൊരു സീ റൂട്ട് കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന് ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട്. ദെൻ അമേരിക്ക കണ്ടുപിടിച്ചു, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു, അമേരിക്കോ വെസ്പുജി അതിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന് പേര് വന്ന പോലെ അദ്ദേഹത്തിൻ്റെ പേരിന്നാണ്. സോ ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സ് എല്ലാം വളരെ ഗ്രേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു അച്ചീവ്മെൻറ്റ്, ഇവർ ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിച്ചത്, അതാരും അറിയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി. ലെറ്റ് us possess one world, each hath one and is one. സോ ഇവിടെയും അതൊരു നല്ലൊരു ഇമേജാണ്. ഹി ആൻഡ് ഹിസ് ബിലവഡ് പൊസസ്സസ് ദെയർ ഓൺ വേൾഡ് ടുഗദർ. നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളൊരു ലോകമാണ്. ഈച്ച് പേഴ്സൺ ഹാസ് ദ വേൾഡ് ഇൻ ദി അതർ ആൻഡ് ഇൻ യൂണിയൻ ദേ ബിക്കം വൺ വേൾഡ്. സോ നമുക്ക് രണ്ടുപേർക്കും ഓരോ ലോകമുണ്ട്. ഇപ്പം നിനക്ക് നിൻ്റേതായിട്ടുള്ള ലോകം, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ലോകം ഒന്നായിട്ട് മാറുവാണ്. അതുവരെ നമ്മൾ രണ്ട് പേഴ്സണായിട്ട് രണ്ട് ലോകത്ത് ജീവിച്ചിരുന്നു. നമ്മൾ ഇഷ്ടത്തിലാവുന്ന ആ മൊമെൻറ്റ് മുതൽ നമുക്ക് രണ്ടുപേർക്ക് ഇനിയുള്ളത് ഒറ്റ വേൾഡാണ്. സോ ഹി എംഫസൈസസ് യൂണിറ്റി ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ദെയർ വേൾഡ് ഡസൻറ്റ് നീഡ് അതേഴ്സ്. സോ നമ്മുടെ വേൾഡിൽ മൂന്നാമതൊരാൾ കടന്നു വരേണ്ട കാര്യം ഇല്ല. മൈ ഫേസ് ഇൻ thine eye, thine in mine appears. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലൈനാണത്. ദി ഇമേജ് ഓഫ് മിറേർഡ് ഗേസസ്, ഹിസ് ഫേസ് റിഫ്ലെക്ട്സ് ഇൻ ഹർ ഐ, ഹർ ഫേസ് ഇൻ ഹിസ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ണിലോട്ട് നോക്കുമ്പോഴത്തേക്കും ലവറിൻ്റെ നമ്മുടെ പോയിറ്റിൻ്റെ മുഖം എന്ന് പറയുന്നത് ലവറിൻ്റെ കണ്ണിലും, ലവറിൻ്റെ മുഖം എന്ന് പറയുന്നത് പോയിറ്റിൻ്റെ കണ്ണിലും പരസ്പരം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ജോൺ ഡൺ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് കാണുന്നത്. സോ അവരുടെ സോൾസിന് അങ്ങോട്ടേക്കിട്ട് മിറർ ചെയ്യുവാണ്. ആ കാണുന്ന വ്യക്തി മറ്റാരോ അല്ല, അത് എൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്. It suggests deep intimacy. In looking at each others, you see yourselves. സോ നമ്മൾ ഒരാളെ നമ്മൾ നോക്കുന്നു, അപ്പോൾ അയാളെ നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് നമ്മളെയാണ്. സോ അയാളുടെ ഉള്ളിലുള്ള നമ്മളെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വളരെ റൊമാൻറ്റിക്കായിട്ട് അദ്ദേഹം പറയുവാണ്. ഇവരുടെ രണ്ടുപേരുടെയും സെൽസ് എന്ന് പറയുന്നത്, അതായത് ഇവർ രണ്ടുപേരും ഇനി രണ്ടല്ല, ഇവർ ഒന്നായിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് ട്രൂ പ്ലെയിൻ ഹേർട്സ് ഡു ഇൻ ദി ഫേസസ് റെസ്റ്റ്. സോ ട്രൂ പ്ലെയിൻ ഹേർട്സ് എന്ന് പറയുന്നത് അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വളരെ സത്യസന്ധതയോടെ ജീവിക്കുന്ന രണ്ട് മനുഷ്യർ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദീസ് ഹാർട്സ് ഡു റെസ്റ്റ് ഇൻ ദെയർ ഫേസസ്. അതായത് അവരുടെ ഫേസിലുള്ളത് എന്ത് തന്നെയാണോ അത് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അല്ലാണ്ട് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് പ്രവർത്തിക്കുന്നതല്ല. ഇറ്റ് ഇംപ്ലൈസ് ട്രാൻസ്പെറൻസി ആൻഡ് സിൻസിയറിറ്റി ഇൻ ദെയർ റിലേഷൻഷിപ്പ്. കണ്ണിലും നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണോ, അല്ലെങ്കിൽ ഫേസിലുള്ളത് എന്താണോ അത് തന്നെയാണ് അവരുടെ ലൈഫിലുള്ളത്. അത്രയും സിൻസിയറായിട്ടാണ് അവരവരുടെ ലൈഫ് കൊണ്ടുവന്നത്. Where can we find two better hemispheres without sharp north, without declining west? അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യനാണ്. വേൾഡ് എന്ന് പറയുന്ന മെറ്റഫറിനെ വെച്ചിട്ട് പറയുന്നതാണ്. നമ്മൾ രണ്ടുപേരും ഒരു ഗ്ലോബിൻ്റെ രണ്ട് ഹെമിസ്ഫിയർ പോലെയാണ്. ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ടു ബെറ്റർ ഹെമിസ്ഫിയേഴ്സ് പോലെ അത് രണ്ടും ചേർന്നാലാണ് ഒരു വേൾഡ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് നോർത്ത് മാത്രം ഉണ്ടായിട്ടോ സൗത്ത് മാത്രം ഉണ്ടായിട്ടോ കാര്യമില്ല. രണ്ടും ചേർന്നതാണ് ഒരു പെർഫെക്റ്റ് വേൾഡ് എന്ന് പറയുന്നത്. അതുപോലെ എക്സ്ട്രീം ഹാർഷ്നെസ്സോ ഒരു ഡീക്കേയോ ഇല്ല നമ്മുടെ ഇടയിൽ. നമ്മൾ അത്രയും സ്റ്റേബിളാണ്. ഇപ്പോൾ ഷാർപ്പ് നോർത്ത് എവിടെയാണ്, ഏറ്റവും അറ്റത്തുള്ള നോർത്ത് എന്താണ്, അല്ലെങ്കിൽ വെസ്റ്റ് എന്താ ഡിക്ലൈൻഡ് ആയിപ്പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല നമ്മുടെ ശ്രദ്ധ. നമ്മൾ രണ്ടുപേര് ചേരുമ്പോഴത്തേക്കും അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട്.
മൈനർ കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഡിക്ലൈൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. വാട്ട് എവർ ഡൈസ് വാസ് നോട്ട് മിക്സ്ഡ് ഈക്വലി. ഇനി ഒരു ജനറലായിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്, എനിത്തിങ് ദാറ്റ് ഡൈസ് വാസ് നോട്ട് മിക്സഡ് ഈക്വലി വെൻ ഇറ്റ് കം ഇൻ ടു ബീങ്. സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതിയിലെത്തുമ്പോഴത്തേക്കും നശിച്ചു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളത് മിക്സ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് നമ്മളെന്തെങ്കിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചാന്തെടുക്കുന്നുണ്ട്, സിമൻറ്റ്, മണൽ, വെള്ളം, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നശിക്കും. സോ അതുപോലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇഫ് ടു തിങ്സ് കമ്പൈൻ ബട്ട് വൺ ഈസ് ഡോമിനൻ്റ് ഓർ അൺഈവൻ ദി റിസൾട്ട് വിൽ ഡീക്കേ. ഈ സിമൻറ്റ് കൂട്ടുന്ന സമയത്ത് തന്നെ സിമൻറ്റ് കൂടുതലും വെള്ളം കുറവും പ്രോപ്പറായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, വെള്ളം കൂടുതലും സിമൻറ്റ് കുറവും അപ്പോഴും മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ഏതെങ്കിലും ഒരു സാധനം ഡോമിനൻറ്റും ഒരു സാധനം അതിൻ്റെ ചേർക്കേണ്ട രീതിയിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീക്കേ ആണ് ഫലം, നാശമാണ് ഫലം. ഇറ്റ് ഇംപ്ലീസ് ദാറ്റ് ഫോർ സംതിങ് ടു ബി എറ്റേണൽ ഇറ്റ് മസ്റ്റ് ബി പെർഫെക്റ്റ് മിക്സ്ചർ. സോ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ രണ്ട് പേരും ഒന്നുപോലെ ഉണ്ടാവണം. ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവണമെങ്കിൽ രണ്ട് പേരും ഒരേ എമൗണ്ട് ഓഫ് എഫേർട്ടാണ് ഇടേണ്ടത്. ഒരാൾ കംപ്ലീറ്റ് എഫേർട്ട് ഇടുന്നു, ഒരാൾ ഒട്ടും എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇംബാലൻസ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് മിക്സ്ഡ് പെർഫെക്റ്റ്ലി. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഡീക്കേ. നമ്മൾ ഈ ഒരു 2025 ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുള്ളത്. If our two loves be one, or thou and I love so alike that none do slacken, none can die. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഡിങ് തോട്ടായിട്ട് പറയുന്നത്. ഇഫ് ദെയർ ടു ലവ്സ് ആർ വൺ, നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം എന്ന് പറയുന്നത് ഒന്നാണ്. ഓർ ഇഫ് ദേ ലവ് സോ സിമിലർലി ദാറ്റ് നീദർ വീക്കെൻഡ്സ് ദെൻ ദെയർ ലവ് കനോട്ട് ഡൈ. സോ നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞില്ലേ, ഒരു എണ്ണം ഡോമിനൻറ്റും മറ്റേത് ഡോമിനൻ്റ് അല്ലാണ്ട് സബ്മിസീവായിട്ട് പോകുന്ന കണക്കിനല്ല. നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്, സിമിലാരിറ്റി ഉണ്ട്, ഒരേ എഫേർട്ടാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ലാക്കൻ ചെയ്യില്ല, അത് വീക്കൻ ആവത്തില്ല. സ്നേഹം എന്നെന്നും അതേ ഒരു പവറിൽ, അതേ ഒരു ബാലൻസ്ഡ് നേച്ചറിൽ നിലനിന്ന് പോരും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മരിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ലിവ് എറ്റേണലി. If both of us love each other equally and truly, so that our love is perfectly balanced and neither weakens or changes, then our love will be eternal. It can never die. സോ ഒന്ന് ഈ ഒരു ലൈനൊന്ന് എഴുതിയെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പോയത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം ഈക്വലാണ്, ട്രൂ ആണ്, പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും മാറാനും പോകുന്നില്ല, വീക്ക് ആവത്തുമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എറ്റേണൽ, എന്നെന്ന് നിലനിൽക്കുന്നതാണ്. So it's a statement of hope or belief in the immortality of their love. ഇവരുടെ സ്നേഹം അനശ്വരമാണ്, ഒരിക്കലും മരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിൻ്റെ മെറ്റഫിസിക്കൽ എലമെൻറ്റ്സ് നോക്കിപ്പോവാം. ഇൻ്റലക്ച്വൽ ആൻഡ് ഫിലോസഫിക്കൽ തോട്ട്. സോ അദ്ദേഹം ലൈഫിനെ പറ്റിയിട്ടും സോളിനെ പറ്റിയിട്ടും എക്സിസ്റ്റൻസ് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഇപ്പം പ്രണയിക്കുന്നതിന് മുന്നേ നമ്മൾ മനുഷ്യരായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ജീവിച്ചിരുന്നത്, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ്. അത് തന്നെയാണ് തുടങ്ങുന്ന ക്വസ്റ്റ്യനും. അത് ഞാൻ വായിക്കുന്നില്ല, നമുക്ക് ടൈം ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട്. ദെൻ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ യൂണിയൻ. സോ ഈ കവിതയ്ക്കകത്ത് അവരുടെ ബോഡിയും അവരുടെ ആത്മാവും ഒക്കെ ചേർന്നിട്ടാണ് ഒരു ട്രൂ ലവ് ഉണ്ടാവുന്നത്. സോളിനെ വേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയും നാൾ ഉറങ്ങിക്കിടന്ന ആത്മാവിനെ ഉണർത്തിയത് ഈ സ്നേഹമാണ്. ദെൻ യൂസ് ഓഫ് കൺസീറ്റ്സ്. മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതെവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേര് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. പിന്നെ വേൾഡിനുള്ളിൽ ഇവർക്ക് മാത്രമായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വേൾഡ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അതെങ്ങനെയാണ് ഒരു ലോകത്തിനുള്ളിൽ ഇൻഫിനിറ്റായ മറ്റൊരു ലോകം സൃഷ്ടിക്കുക? സോ ഇതൊക്കെ അദ്ദേഹം അങ്ങ് സ്വന്തമായിട്ട് പറയുന്നതാണ്, കൺസീറ്റ്സ് പോലെ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ സയൻറ്റിഫിക് ആൻഡ് ജിയോഗ്രഫിക്കൽ ഇമേജറി. കടലിൻ്റെ ആ ഇമേജറി പറയുന്നതെല്ലാം സയൻറ്റിഫിക്കും ജിയോഗ്രഫിക്കൽ ഇമേജറീസ് ആണ്. മാപ്പിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഹാർമണി ആൻഡ് യൂണിറ്റി. ലവേഴ്സ് ആർ പോർട്രേഡ് ആസ് ടു ഹാഫ്സ് ഓഫ് വൺ ഹോൾ. സോ യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഒന്നാക്കി എടുക്കുന്നത്. നമ്മുടെ ഗ്ലോബിനെ തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ട് ഹെമിസ്ഫിയറിനെ ഒന്ന് ചേർക്കുമ്പോഴാണ് ഗ്ലോബ് ആവുന്നത്. സോ ആ ഒരു യൂണിറ്റി, ഹാർമണി, ചേർച്ചയൊക്കെ കാണിക്കാൻ ഇത്ര ഇമേജറീസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മോർട്ടാലിറ്റി ഓഫ് ലവ്, പ്രണയത്തിൻ്റെ ഒരു
അനശ്വരത അദ്ദേഹം പറയുന്നുണ്ട്. ഇഫ് അവർ ടു ലവ്സ് ബി വൺ നൺ ക്യാൻ ഡൈ. നമ്മൾ രണ്ടുപേരുടെയും സ്നേഹം എടുത്തു വയ്ക്കുമ്പോഴേക്കും അത് ഒരു സ്നേഹമായിട്ടാണ് മാറുന്നതെങ്കിൽ, സോ ഒരിക്കലും 1+1=1 എന്നാവത്തില്ല. 1+1=2 എന്ന് പറയുന്നതിന് പകരം പണ്ട് നമ്മുടെ ബഷീർ പറഞ്ഞാൽ ഒന്നും ചേർന്ന ഒരു വലിയ ഒന്ന്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ രണ്ടുപേരുടെയും സ്നേഹം ചേർന്നത് കൊണ്ട് തന്നെ ഒരു സ്നേഹവും എവിടെയും പോകത്തില്ല. നമ്മുടെ സ്നേഹം നന്നായിട്ട് തന്നെ നിലനിൽക്കും. ദെൻ ദി പോയം റീഡ്സ് എ ഡയറക്റ്റ് കോൺവെർസേഷൻ വിത്ത് ദി ബിലവഡ്. സോ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയോട് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതും ഒരു മെറ്റഫിസിക്കൽ ഐഡിയ ആണ്. സോ ആദ്യം ഈ കവിത എന്താണ്, അതിൻ്റെ സമ്മറി അനാലിസിസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. 1-2 ലൈൻസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ലൈനൊക്കെ ഇഫ് എ ടു ലവ്സ് ബി വൺ നൺ ക്യാൻ ഡൈ, ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, നേരെ കേട്ടതിന് ശേഷം പോയി ഗൂഗിളിൽ പോയിട്ട് പോയമൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വരികളും ഒന്നിച്ചൊരു സ്ഥലത്ത് കാണാൻ പറ്റുമല്ലോ. അത് കാണുമ്പോഴേക്കും നമുക്കൊന്ന് ഓർമ്മ കിട്ടും. അങ്ങനെ ഒന്ന് പഠിച്ചിരിക്കുക. നല്ല കവിതയാണ്, നല്ലൊരു റൊമാൻറ്റിക് കവിതയാണ്. മെറ്റഫിസിക്കൽ പൊയട്രി ആവാനുള്ള കാരണം എന്തൊക്കെയാണ്, ഈ പറഞ്ഞ 7 പോയിൻറ്റ്സിൽ നിന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതൊരു മെറ്റഫിസിക്കൽ കവിതയായതെന്ന് അപ്പോൾ മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.